ആശുപത്രിയിൽ ഗുണ്ടാവിളയാട്ടം. തിരുവനന്തപുരത്താണ് നെടുമങ്ങാട് ആശുപത്രിയിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടിയത്. ഗുണ്ടാ നേതാക്കളായ അനൂപിന്റെയും ശ്രീജുവിന്റെയും സംഘങ്ങളാണ് ഏറ്റുമുട്ടിയത്. സംഘർഷത്തിനിടെ പ്രതികൾ നാടൻ പടക്കമെറിഞ്ഞ് ആശുപത്രി വളപ്പിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. 9 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അശ്വിൻ, വീണ്ടും ആശുപത്രികൾ ഇത്തരത്തിലുള്ള സംഘർഷത്തിലുള്ള സ്ഥലമാക്കി മാറ്റുകയാണ് ചില ഗുണ്ടാ സംഘങ്ങൾ. എന്തിനായിരുന്നു ഇരു കൂട്ടരുടെയും ഏറ്റുമുട്ടൽ? ഇപ്പോൾ 9 പേരെയാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇനി എത്ര പേരെ കൂടി പിടിയിലാവാനുണ്ട്? അശ്വിൻ. ഷിഹാസ്, നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ രാത്രി 10:30 സംഭവം നടക്കുന്നത്. ശ്രീജു, അനൂപ് എന്നീ 2 ഗുണ്ടാ നേതാക്കളുടെ സംഘങ്ങളാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. ഈ രണ്ടുപേരുടെയും സംഘത്തിൽപ്പെട്ട ചില ആളുകൾ ആംബുലൻസ് വിറ്റതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നിലനിന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇരുവരും വീണ്ടും ഈ ആശുപത്രിയിൽ വെച്ച് കാണുകയും ഇതേ ചൊല്ലി തർക്കമുണ്ടാവുകയും ചെയ്യുന്നു. പിന്നീടാണ് അതൊരു സംഘർഷത്തിലേക്കും കയ്യാങ്കളിലേക്കും എത്തുന്നത്. ഇതറിഞ്ഞ് കൂടുതൽ ഈ ഗുണ്ടാ നേതാക്കളുടെ സംഘാംഗങ്ങൾ അവിടേക്ക് എത്തുന്നു. പിന്നീട് ഈ നാടൻ പടക്കം അവിടേക്ക് എറിഞ്ഞ ശേഷം ഈ ആശുപത്രിയിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഈ സമയം ആശുപത്രിയിലുണ്ടായിരുന്ന ആളുകൾ, ഡോക്ടർമാർ ഉൾപ്പെടെ ആശുപത്രിക്ക് പുറത്തേക്ക് ഭയത്തോടെ ഓടി വന്ന ശേഷമാണ് ഇക്കാര്യം പോലീസിനെ അറിയിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം ഈ പ്രതികളെല്ലാം തന്നെ ഒളിവിൽ പോയിരുന്നു. പിന്നീട് നെടുമങ്ങാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 9 പേരെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ഇനി 2 പേരെ കൂടിയാണ് പിടികൂടാനുള്ളത് എന്നുള്ളതാണ്. ഈ പിടിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും കൊടും ക്രിമിനലുകളാണ് എന്നുള്ളതാണ് നെടുമങ്ങാട് പോലീസ് പറയുന്നത്. ഇനി പിടികൂടാനുള്ള 2 പേർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഷിഹാസ്. ശരി അശ്വിൻ, അപ്പോൾ എത്രയും വേഗം അവരെ കൂടി പിടികൂടുമെന്ന് കരുതാം. തിരുവനന്തപുരത്തേക്ക്